അഹമ്മദാബാദിലെ റാണിപ്പിലെ നിഷാന്ത് ഹൈസ്കൂളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ചെയ്യാൻ വരുന്നു. തുറന്ന ജീപ്പിലാണ് അദ്ദേഹം വരുന്നത്. അവിടെയുള്ള വോട്ടർമാരെയൊക്കെ അഭിവാദ്യം ചെയ്തതിന് ശേഷം അവരോട് കുശലം പറയുന്നു. തൻ്റെ സുഹൃത്തും രാഷ്ട്രീയ സഹചാരിയുമായിട്ടുള്ള അമിത്ഷയുടെ കൊച്ചുമകളെ കാത്തു നിൽക്കുന്നു. കൊച്ചുമകൾ വന്നപ്പോൾ അവളെ ഒന്ന് തലോടി കുറച്ച് കുശലം പറഞ്ഞതിന് ശേഷം വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത് നേരെ പോളിംഗ് ബൂത്തിൽ പോകുന്നു. വോട്ട് രേഖപ്പെടുത്തുന്നു, തിരിച്ചു വരുന്നു. തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് മോദി പ്രസംഗം നടത്തുന്നു. തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ ബൂത്തിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്താണ്. നരേന്ദ്രമോദിയുടെ പ്രസംഗം ഇങ്ങനെയായിരുന്നു. കന്നി വോട്ടർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയമുള്ളവരെ, ഒരു കാര്യം ചിന്തിക്കുക. നമ്മുടെ തിരഞ്ഞെടുപ്പ് കാർഡ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് തീവ്രവാദികൾ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളെക്കാൾ ശക്തമായതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്ന വോട്ട് സത്യത്തിനായി വേണമെന്നുള്ളതാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത്. എത്ര ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പോളിംഗ് ബൂത്തിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്താണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പോൾ വോട്ടർമാരെന്തായാലും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇതിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വം ഇന്ന് 5 മണിയാകുമ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. അവര് പരാതി നൽകി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. അതായത് 5 മണിക്ക് കാണുമെന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ കണ്ടു കാണും. അത് മാത്രമല്ല, എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു ചട്ടലംഘനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പോളിംഗ് ബൂത്തിലേക്ക് നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാം. നരേന്ദ്രമോദി എന്ത് പറയുന്നുവോ അത് പോളിംഗ് ബൂത്തിലേക്ക് കേൾക്കുന്നു. വോട്ടർമാർ ഇത് കേൾക്കുന്നു. വോട്ടർമാർ ഇത് കേട്ട് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം അവിടെ തീർപ്പാകും. അതായത് അദ്ദേഹം എന്താണോ സ്വപ്നം കണ്ടിട്ടുള്ളത് ആ കാര്യം ഈ പ്രസംഗത്തിലൂടെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് മാത്രമല്ല, മോദിക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ആ പ്രസംഗത്തിനപ്പുറത്ത് പോളിംഗ് ബൂത്തിലേക്ക് തന്നെ നേരെ കയറി ചെന്ന് വോട്ടർമാരോട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാമായിരുന്നു. കാരണം ഇതൊക്കെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് പൊതുജനങ്ങളോട് ഏവരും പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നുള്ളതാണ്. ഇന്നും നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത് തീവ്രവാദികളെ തുരുത്താൻ വേണ്ടിയിട്ടാണ്. രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ അതീവ പരിതാപകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് കടന്നു പോകുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത് ഭീകരവാദവും തീവ്രവാദവും തന്നെയാണ്. ഭീകരവാദത്തെയും തീവ്രവാദത്തെയും എതിർക്കണം. അതിന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അവരെ നശിപ്പിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥകളെ ചിന്തിക്കാതെ, രാജ്യത്തെ ജനങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥ, സാമ്പത്തികമായി രാജ്യം തകർന്നിട്ടുണ്ട്. ആ തകർച്ചയിൽ ജനങ്ങളുടെ അവസ്ഥയാണെങ്കിൽ അതീവ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി ചട്ടലംഘനം നടത്തി ബൂത്തിന് സമീപമുള്ള ഒരു പ്രദേശത്ത് വോട്ടർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നു. എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക്. എന്തായാലും ഈ വിഷയത്തിൽ എന്തായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.